ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം. ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി നല്ല ഗുണ്ടുമണി പോലത്തെ പൂരിയും ചപ്പാത്തിയും ഉണ്ടാക്കുന്ന നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള നല്ലൊരു കിടിലൻ ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ചപ്പാത്തി പൂരിയൊക്കെ തയ്യാറാക്കുന്നത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടമാവ് ഉപയോഗിച്ചാണ്. നമ്മൾ നല്ല സോഫ്റ്റ് ചപ്പാത്തിയും നല്ല ഗുണ്ടുമണി പോലത്തെ പൂരിയും തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് മാവ് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ കുറച്ചെടുത്താൽ മതി. നമുക്കിവിടെ ഈ ഒരു അളവിന് ഞാൻ ഇവിടെ മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അടുത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഒരു 2 സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഞെരടി കൊടുക്കണം. നമ്മൾ പുട്ടിനൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആ ഒരു മാവും എണ്ണയും ഉപ്പും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ ഇവിടെ മാവ് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട, നമ്മൾ ആവിയിലൊന്ന് ഇതിനെ ഒന്ന് ആവി കയറ്റണം. അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് വെള്ളം ഒരു സ്റ്റീമറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മാവ് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ച് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം. അധികം നല്ലതുപോലെ വേവിച്ചെടുക്കാല്ല, നല്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വേണം. നമ്മളെ കൈയൊക്കെ തൊടുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടണം. ഇനി നമുക്കിത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അതിനുശേഷം ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലായിടത്തും ഒന്ന് ചൂട് കയറ്റാണ്. ആ ഒരു മാവിൽ നല്ലതുപോലെ ഒന്ന് ചൂടാക്കാണ്. അപ്പോൾ ഇവിടെ മാവ് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. നമ്മൾ കൈ തൊടുമ്പോൾ ഒന്ന് ചൂടറിയണം. ആ ഒരു പരുവത്തിലാണ് നമ്മൾ ആക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മാവ് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് എടുക്കാം കേട്ടോ. അപ്പം നല്ലതുപോലെ ആ ഒരു മാവ് ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. അധികം നല്ല ചൂടല്ല, നമ്മളെ കയ്യിലൊക്കെ തൊടുമ്പോൾ ഒന്ന് ചൂടറിയണം. ആ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റാക്കി മാവ് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് പരത്തിയെടുക്കാം. ഞാൻ ഈ എളുപ്പത്തിൽ പരത്തിയെടുക്കുന്ന കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കൊന്ന് നമ്മൾ പരത്തിയത് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, പെട്ടെന്ന് തന്നെ നല്ല ഗുണ്ടുമണി പോലത്തെ പൂരി തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് പൂരിയൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ട് പൊങ്ങി വരുന്നില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എല്ലാ പൂരി ഇതുപോലെ കുറച്ച് പൂരി നമ്മൾ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ തുടക്കത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ ലാസ്റ്റ് വരെ നമുക്ക് ഈ ഒരു പൂരി നല്ല ഗുണ്ടുമണി പോലത്തെ പൂരി തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ അടുത്ത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു കണക്കളവിന് നമ്മൾ പരത്തി എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് പൊങ്ങാതെ വരില്ല കേട്ടോ. നല്ലതുപോലെ പൊങ്ങി തന്നെ കിട്ടും കേട്ടോ പൂരി. അപ്പം ഞാൻ ഇതുപോലെ കുറച്ച് പൂരി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിയും തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചപ്പാത്തി ഒന്ന് പരത്തി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് ഒരു സൈഡ് ഒന്ന് ചൂടായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് ഒന്ന് നമുക്ക് വേവിച്ച് നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പലർക്കും ഇതുപോലെ പൂരിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് ശരിയാവണില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ പല വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്, ചപ്പാത്തി എളുപ്പത്തിൽ കുഴയ്ക്കുന്നത്, അതുപോലെ തന്നെ പരത്തുന്ന ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കുറേ പേരുടെ വീഡിയോയ്ക്ക് എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. ഞാൻ എല്ലാവരും വീഡിയോയും കാണുന്നുണ്ട്, കമൻറ്റ് ചെയ്യാൻ പിന്നെ പിറ്റേന്ന് മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഞാൻ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ചപ്പാത്തിയും പൂരിയൊക്കെ തയ്യാറാക്കാൻ മടിയുള്ളവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ. പുതിയ കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോലെ. പുതിയ കൂട്ടുകാരാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.